സ്വയംഭോഗം എന്നുള്ളത് ഒരു തിന്മയാണോ? അത് കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട ഒരു പാപമാണോ? ഇന്നത്തെ യുവതലമുറയുടെ ഒരു ചോദ്യമാണിത്. കത്തോലിക്ക സഭ സ്വയംഭോഗത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വയംഭോഗം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഒരാൾ സ്വയമായി അയാളുടെ ലൈംഗിക അവയവങ്ങളെ ഉദ്ദീപിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന, സന്തോഷം കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ തെറ്റ് അഥവാ പാപം എന്ന് വിശേഷിപ്പിക്കുന്നത്? ലൈംഗികതയുടെ ധർമ്മമായിട്ട് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, സ്നേഹത്തിൽ ഒന്നിക്കുക. രണ്ട്, ജീവനെ നൽകുക. ഈ രണ്ട് പ്രക്രിയകൾ പൂർണ്ണമായും നടപ്പിലാകുന്നത് വിവാഹത്തിലാണ്. സ്നേഹത്തിൽ ഒന്നിക്കുന്നത് പുരുഷനും സ്ത്രീയുമാണ്. അവർ രണ്ടല്ല, അവരൊന്നാണ്, ഒറ്റ ശരീരമായി തീരുന്നു. അവരുടെ പരസ്പരമുള്ള ആകർഷകത്വവും അവരുടെ പരസ്പരമുള്ള സ്നേഹവും അവരുടെ മൊത്തത്തിലുള്ള അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു സന്തോഷവുമൊക്കെ ഒന്നിക്കുന്ന ഒരു രംഗമാണ് അവരുടെ ലൈംഗികത. അതോടൊപ്പം അതിലൂടെ ദൈവം നിശ്ചയിക്കുന്ന പ്രകാരം അവർ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം കുഞ്ഞുങ്ങൾക്ക് രൂപം നൽകുന്നു. ഈ രണ്ട് പ്രക്രിയകളും വിവാഹത്തിലാണ് നടക്കുക, വിവാഹത്തിനുള്ളിലാണ് നടക്കുക. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ പ്രബോധനമനുസരിച്ച് വിവാഹത്തിന് പുറമേയുള്ള എല്ലാ ലൈംഗിക പ്രവൃത്തികളും തിന്മയായിട്ടാണ് കാണുന്നത്. പ്രീമാരിറ്റൽ സെക്സ്, മാസ്റ്റർബേഷൻ, ഹോമോസെക്ഷുവാലിറ്റി, ഇതെല്ലാം തിന്മയായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലൈംഗികതയുടെ ലക്ഷ്യത്തിലെത്താൻ, ദൈവം ലൈംഗികതയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളെ അനുവദിക്കാത്ത പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതുകൊണ്ട് തന്നെ അത് ദൈവഹിതത്തിന് വിരുദ്ധമാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായ തിയോളജി ഓഫ് ബോഡിയിൽ, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്നുള്ള പ്രബോധനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ലൈംഗികതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെൽഫ് ഗീവിംഗ് ആണ്, സ്വയം ദാനമാണ്. പുരുഷൻ സ്ത്രീക്ക് സ്വയം ദാനമായി നൽകുന്നു, സ്ത്രീ പുരുഷന് സ്വയം ദാനമായി നൽകുന്നു. ഇതൊരു നൽകലും ഒരു സ്വീകരിക്കലുമാണ് ലൈംഗികത എന്ന് പറയുന്നത്. എന്നാൽ സ്വയംഭോഗം എന്നുള്ളൊരു പ്രക്രിയയിൽ ഇവിടെ ആർക്കും നൽകുന്നില്ല, ഒന്നും സ്വീകരിക്കുന്നില്ല. ഒരു വ്യക്തി അയാളുടെ തന്നെ അന്തർമുഖനായി സുഖം തേടുന്ന ഒരു പ്രക്രിയയാണിത്. അത് ദൈവഹിതത്തിന് വിരുദ്ധമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിപരതയിൽ സ്ത്രീയും പുരുഷനെയും കൂടി സൃഷ്ടിച്ചിട്ടുള്ള കുടുംബം എന്നുള്ള ഓറിയൻറ്റേഷന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ അപക്വതകൾ കൊണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനഃശാസ്ത്രപരമായ പ്രയാസങ്ങൾ കൊണ്ട്, ഇനി അതുമല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള മോശമായ ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെ ഒരുപക്ഷെ ഒരാൾ സ്വയംഭോഗം എന്നുള്ളൊരു ശീലത്തിന് അടിപ്പെട്ടേക്കാം. അങ്ങനെയുള്ള വ്യക്തി എന്താണ് മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടത്? പലപ്പോഴും അങ്ങനെയുള്ള വ്യക്തികൾ വലിയ കുറ്റബോധങ്ങളിൽ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. കത്തോലിക്ക സഭയിലെ കുമ്പസാര വേദിയിലേക്ക് പ്രവേശിക്കുകയും തുറന്ന് ഏറ്റുപറയുകയും ദൈവം തരുന്ന സൗഖ്യം നേടുകയും ഈ തിന്മയിൽ വീഴാതിരിക്കാനുള്ള ആത്മധൈര്യവും കൃപയും നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ശീലമാകുമ്പോൾ അഥവാ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കുമ്പോൾ, അപക്വത കൊണ്ട് ഇത് സംഭവിക്കുമ്പോൾ, ഒരുപക്ഷെ വ്യക്തിപരമായി ഇതിൽ ഉത്തരവാദിത്വം കുറവാണെങ്കിലും ഇതൊരു തിന്മയായിട്ട് തന്നെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അമിതമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ കുടുംബജീവിതത്തെയും വിവാഹ ജീവിതത്തെയും തന്നെ സാരമായി ബാധിക്കുന്നതാണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.